ലോകത്തിന്റെ സമ്പത്തും പദവികളും ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിച്ച് ദൈവരാജ്യത്തിനായി പരിശ്രമിച്ചതാണ് ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചനെ വ്യത്യസ്തനാക്കിയതെന്ന് കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചന്റെ 70ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോതമംഗലത്ത് നടന്ന വിശുദ്ധ ബലിയിൽ സന്ദേശം നൽകിക്കൊണ്ടാണ് ബിഷപ്പ് ഇക്കാര്യം സ്മരിച്ചത്. കോതമംഗലം തങ്കുളം ധർമ്മഗിരി സെന്റ് ജോസഫ് പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ചായിരുന്നു ചരമവാർഷിക ദിനാചരണം. ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനായ ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചന്റെ കബറിടത്തിലേക്ക് നടന്ന പദയാത്രയോടെയായിരുന്നു ആചരണത്തിന് തുടക്കമായത്. സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നായിരുന്നു പദയാത്ര ആരംഭിച്ചത്. തുടർന്ന് നടന്ന വിശുദ്ധ ബലിയിൽ ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവദാസൻ ജോസഫ് പഞ്ഞിക്കാരനച്ചനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളെ അവഗണിച്ച് ദൈവരാജ്യ പരിശ്രമമായിരുന്നുവെന്ന് ബിഷപ്പ് വചന സന്ദേശത്തിൽ പറഞ്ഞു. അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അച്ഛന് ഒത്തിരിയേറെ നല്ല സമ്പത്തും കുലീനമായ കുടുംബത്തിൽ നിന്നുള്ള ജനനവും അതുപോലെ തന്നെ ഡിഗ്രിയും പദവികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമായിട്ട് കണക്കാക്കിയില്ല. പൗലോസ് പറഞ്ഞതുപോലെ ഒക്കെ നിസ്സാരമായി അതൊക്കെ ഉച്ചിഷ്ടം പോലെ പരിഗണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നിറവേറ്റുവാനായിട്ട് ജീവിതം ചെലവഴിച്ചു എന്നുള്ളതാണ്. ലോകദൃഷ്ടിയ ഉയർന്നു വരുവാനായിട്ട് ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വലിയ പദവികൾ അലങ്കരിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ആദ്യം ദൈവത്തിന് രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. വിശുദ്ധ ബലിക്ക് ശേഷം അനുസ്മരണ പ്രാർത്ഥന നടന്നു. തുടർന്ന് ശ്രാദ്ധസദ്യയും നടന്നു. രോഗീ പരിചരണം ലക്ഷ്യമാക്കി 1944 ദേവദാസൻ മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരനച്ചൻ ധർമ്മഗിരി സന്യാസിനി സമൂഹത്തിന് തുടക്കമിട്ടത്. 8 പേരായി തുടങ്ങിയ MSA സന്യാസിനി സമൂഹത്തിൻ്റെ ആ സ്ഥാപനം ഇന്ന് 821 സിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ശുശ്രൂഷ ചെയ്യുന്നു. പഞ്ഞിക്കാരനച്ചൻ തുടങ്ങി വെച്ച ഈ ശുശ്രൂഷ ഇന്നും MSA മക്കളിലൂടെ പാവങ്ങൾക്ക് അത്താണിയായി, രോഗികൾക്ക് സൗഖ്യമായി, പീഡിതർക്ക് ആശ്വാസമായി, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നവർക്ക് അവരുടെ എല്ലാവിധ വികസനത്തിനുമായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. 7 സന്യാസിനിമാരായി ആരംഭിച്ച MSJ സന്യാസിനി സമൂഹം 75 വർഷം പിന്നിട്ടതോടെ 800-ലധികം സന്യാസിനിമാരായി വളർന്നു കഴിഞ്ഞു. 4 പ്രൊവിൻസുകളിലായി 93 മഠങ്ങളും 10 ശുശ്രൂഷാ കേന്ദ്രങ്ങളുമുണ്ട്. ഷെക്കൈന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.